എൻ്റെ പേര് ഫാസിന. ഞാൻ സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൽ വരാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങണം തോന്നുമ്പോൾ ഒന്ന് വന്ന് നിൽക്കാനുള്ളൊരു സ്ഥാപനമാണ്. അപ്പം കഴിയുന്നവരെല്ലാം കഴിയുന്ന പോലെ ഞങ്ങളെ സഹായിക്കണം. എൻ്റെ പേര് മുകുൽസുന്നാണ്. ഈ സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൽ വന്നിട്ട് 10 വർഷത്തോളമായി. ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഇതിന് കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലുള്ളൊരു ബിൽഡിങ് വന്നാലുള്ളൂ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പുറത്തിറങ്ങാനും എല്ലാ കാര്യങ്ങൾക്കും പറ്റുള്ളൂ. എൻ്റെ മകള് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. ഞങ്ങളെ കാലം കഴിഞ്ഞാലും ഞങ്ങളെ മക്കളെ ഈ മോളെ നോക്കാൻ ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ വന്നാൽ അത്രയും നല്ലൊരു ഇതായിരുന്നു. സ്നേഹതീരത്തേക്ക് വരുന്നു. ഞങ്ങളെ മക്കൾക്ക് വേണ്ടി ബിൽഡിങ് കയറുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുക പറഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു മക്കളെ കൊണ്ട്. എൻ്റെ 2 മക്കളും വീൽ ചെയറിലാണ്. അപ്പോൾ ഈ സ്ഥാപനം ഇവിടെ വന്നാൽ നമ്മളെ കുട്ടികളെ അവിടെ ആക്കാനേ പറ്റുള്ളൂ. കാലശേഷം അവരെ നോക്കണമെങ്കിൽ നമുക്ക് ഈ സ്ഥാപനം ആവശ്യമാണ്. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 15 വർഷമായി നമ്മുടെ ഇടയിൽ വളരെ നന്നായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റഹ്മാൻ ഏലംകുളത്തിൻ്റെ ഏറ്റവും വളരെ ശ്രദ്ധേയമായൊരു പ്രോജക്റ്റ് എൻ്റെ നിയോജകമണ്ഡലത്തിൽ വരികയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. കിഡ്നി നഷ്ടപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന, ഒരു ദിവസം പോലും തള്ളി നീക്കാൻ കഴിയാതെ പോകുന്ന ഹതഭാഗ്യരായ മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡയാലിസിസ് സെൻറ്റർ ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻറ്റർ വരുന്നു. നമ്മുടെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം വരുന്നു. ഇതെല്ലാം ഒരു കുടക്കീഴിൽ, സ്നേഹതീരത്തിന് കീഴിൽ വരികയാണ്. നമ്മൾ മാത്രമാണ് സഹായിക്കാനുള്ളത്. ഒരുപാട് പേരുടെ ആശയറ്റ മനുഷ്യരുടെ പ്രതീക്ഷയാണ് ഈ സ്ഥാപനം. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം. ഈ റമദാൻ നമുക്ക് തീർച്ചയായിട്ടും ഈ സഹായത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ഏലംകുളത്താണ്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട 100 കണക്കിന് ആളുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. വീൽ ചെയറിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച മക്കളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മമാരൊക്കെ ഇതിൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ജീവനോടുള്ളിടത്തോളം കാലം ഞങ്ങളുടെ മക്കളെ പൊന്നുപോലെ നോക്കും. പക്ഷേങ്കിൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ എന്ത് ചെയ്യും എന്നുള്ളതാ. രാത്രി ഉറങ്ങാൻ കഴിയില്ല. ഓരോ നിമിഷവും ആ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന രക്ഷിതാക്കളാണ്. സത്യത്തില് ഈ ഒരു സ്ഥാപനം സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് 15 വർഷമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഓട്ടിസം ബാധിച്ച മക്കളാണെങ്കിലും വീൽ ചെയറിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കും അതൊക്കെ ചെയ്തു കൊടുക്കും. വീൽ ചെയറിലുള്ള ആളുകളെയൊക്കെ ആക്കിയിട്ട് അവരുമായിട്ട് പല നാടുകളിലേക്കും ഇവർ യാത്ര ചെയ്യാറുണ്ട്. കാരണം 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ ജീവിതങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് സന്തോഷം നൽകാൻ, അവർക്ക് സമാധാനം നൽകാനൊക്കെ ഈ ഒരു സ്ഥാപനം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ഈ സ്ഥാപനത്തിന്റെയും ഈ മക്കളുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹവും ആ രക്ഷിതാക്കളുടെയൊക്കെ ഒരു സ്വപ്നവും കൂടിയാണ് ഈ ഒരു സ്ഥാപനം. ഡയാലിസിസ് സെന്റർ, അതുപോലെ തന്നെ ഡേ കെയർ സെന്റർ, അതുപോലെ ഇവർക്ക് ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങള്, ഒരു പക്ഷേ ഇവരെയൊക്കെ മരണം വരെ സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു അവസ്ഥയിൽ ഈ ബിൽഡിംഗ് നിൽക്കുകയാണ്. ഏകദേശം 1-2 കോടി രൂപയോളം ഇനിയും ഇതിനു വേണ്ടിയിട്ട് ചെലവുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സഹായിച്ചാൽ ഈ 100 കണക്കിന് ഓട്ടിസം ബാധിച്ച വീൽ ചെയറിലിരിക്കുന്ന നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഈ സഹോദരങ്ങൾക്കൊക്കെ വലിയ ഒരു താങ്ങും തണലും ആവാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടും അതുപോലെ തന്നെ അതിന്റെ ഗൂഗിൾ പേ നമ്പറും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ സക്കാത്ത് ഏറ്റവും അർഹതപ്പെട്ട കരങ്ങൾക്ക്, അതായത് ഇതുപോലുള്ള 100 കണക്കിന് ഓട്ടിസം ബാധിച്ച നമ്മുടെ ഈ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ അവർക്ക് കൊടുക്കണം. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ റഹ്മാൻ ഏലംകുളം സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ്. നമ്മളിവിടെ പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിച്ച് ഏകദേശം 15 വർഷത്തോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത ആവാൻ വേണ്ടി ഇവിടെ ഏലംകുളത്തുള്ള 8ാം വാർഡിൽ നമ്മളൊരു 70 സെൻറ്റോളം സ്ഥലം വാങ്ങുകയും അതിൽ ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഡയാലിസിസ് സെൻ്ററാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ട് ഭിന്നശേഷിക്കാരായ ആളുകൾക്കുള്ള ഒരു ഡേ കെയർ സെൻറ്റർ, ഫിസിയോതെറാപ്പി യൂണിറ്റ്, ആരോഗ്യമില്ലാത്ത ആളുകളെ സംരക്ഷിക്കാനുള്ളൊരു കേന്ദ്രം, അങ്ങനെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് നമ്മളെ സഹജീവികൾക്കായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശ കേന്ദ്രമായിട്ടാണ് നമ്മളിത് പടുത്തുയർത്തിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ഈ ഒരു നില
ഈ ഒരു ഘട്ടത്തിൽ സ്ട്രക്ചർ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം സുമനസ്സുകളായ ആളുകളെല്ലാം സഹായം കിട്ടിയേ തീരൂ. കഴിയുന്ന പോലെ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു പുണ്യപ്രവർത്തന ഭാഗമാണെന്ന് അഭ്യർത്ഥിക്കണം. സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. ചെയർമാൻ റാമാൻ്റെ നേതൃത്വത്തിൽ 10 വർഷമായിട്ട് ഇവിടെ ഏലംകുളം എന്ന സ്ഥലത്ത് ഈ ഓട്ടിസം ബാധിച്ചവർക്കും പാലിയേറ്റീവ് വേണ്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ട് നമ്മളൊരു അഭയകേന്ദ്രം ഇത്ര കാലം നമ്മൾ നടത്തി. 10 വർഷമായിട്ട് അവർക്കൊരു ആശ്വാസമായിരുന്നത് ഇപ്പോൾ സ്വന്തമായിട്ട് അവർക്ക് എപ്പോഴും വരാനും ഇതിൽ അവർക്കുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ഥലം മേടിച്ചിരിക്കുന്നു. അതിനൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന നിലയിലെത്തിയിട്ടുണ്ട്. ഇനിയും ഇത് 3 ഫ്ലോറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം ഒരു ഫ്ലോറിന് 1.5 കോടിയോളം ചിലവ് വരും. അപ്പോൾ എല്ലാ സ്വമനസ്സുകൾക്കും ഇതിൽ സഹായിക്കണം, എല്ലാ ആൾക്കാരും ഇതിനു വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.